ഞങ്ങളത് ബോളിവുഡിൽ ചെയ്യാൻ നടന്നു. അതിൽ അവസാനം പുള്ളി ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയപ്പോൾ ഞാനത് മലയാളത്തിലേക്ക് എനിക്ക് ഭയങ്കര ഒരു പ്രഷറിലായിപ്പോയി. അപ്പൊ ആൻഡ് മേ ബി മേ ബി ഇറ്റ്സ് എ റോങ് ഡിസിഷൻ, എനിക്കറിയില്ല. മെമ്മറീസ് എഴുതി വെക്കുമ്പോ അല്ല, എഴുതുന്നതിന്റെ പാരലായിട്ട് ഞാൻ മമ്മി ആൻഡ് മീ എഴുതുന്നുണ്ടായിരുന്നു. മനസ്സിലായോ? അത് കഴിഞ്ഞ് ദൃശ്യം എഴുതുന്നുണ്ടായിരുന്നു. ഒരു ഈഗോ ഉണ്ടാവാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസ് ഷെയർ ചെയ്യുമ്പോൾ ഒരു കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഡിസ്കസ് ചെയ്ത്. പക്ഷെ എനിക്ക് ആസിഫിനെ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഈസ് എ ഡയറിങ് ആക്ടർ. എനിക്ക് അതിനകത്ത് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. എന്റെ സ്ക്രീൻ സ്പേസ് എന്തോരമുണ്ട്, എന്റെ ക്യാരക്ടർ ഇതാണോ പോസിറ്റീവ്, അയ്യോ ഞാൻ അങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ റേപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യുന്നു, അബ്യൂസ് ചെയ്യുന്നു. എന്റെ ഓഫ് ഇതൊരു ക്യാരക്ടറാണ്, ഇത് എന്ന് പല ആക്ടേഴ്സും മറക്കുന്നു. എനിക്ക് ഫ്രാഞ്ചൈസി എന്ന് പറയാൻ എനിക്ക് ദൃശ്യമുള്ളൂ ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പൊ അതിനകത്ത് ഞാൻ ഓർഗാനിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അത് തന്നെയാണ് ടൂവിലും, അത് തന്നെയാണ് ത്രീയിലും സംഭവിക്കാൻ പോകുന്നത്. അത് ത്രീ വരുമ്പോ അത് മനസ്സിലാവും. കാരണം ത്രീ ഈ പറഞ്ഞ പോലെ ടു വൺ പോലെ അല്ലായിരുന്നു, ടു പോലെ അല്ല ത്രീ. Joseph, I'll start by asking you one thing, sir. പണ്ട് ഒരു കുറച്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ടേഴ്സ് പലരും ഒരു വർഷം തന്നെ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരു ഇതുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ജോഷി സാറാണെങ്കിലും IV ശശി, ഇവരൊക്കെ 10 സിനിമ വരെ ഒരു വർഷം ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ആ ഒരു ഇത് കുറഞ്ഞു വരുന്നു. ഡയറക്ടേഴ്സ് എപ്പോഴും ആ ഒരു പ്രൊഡക്ഷന്റെ ഇതിൽ മാത്രമല്ല, രണ്ട് പ്രോജക്റ്റുകൾ തമ്മിലും ഒക്കെ ഒരു ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. പക്ഷെ സാറിന്റെ കേസിൽ വരുമ്പോഴത്തേക്കും അത് എക്സാക്ട്ലി എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ മിറാഷ് ഇറങ്ങി 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് ദൃശ്യം 3യും സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ ഒരു 20 വർഷത്തിനിടയിൽ 19 സിനിമ എന്നുള്ള ഒരു വലിയ നമ്പർ ഈ ഈ ഒരു പേസിൽ വർക്ക് ചെയ്യുമ്പോൾ ഇത് എപ്പോഴെങ്കിലും ഒരു ഓവർവെൽമിങ് അല്ലെങ്കിൽ എക്സോസ്റ്റിംഗ് ആവാറുണ്ടോ? ഡെഫിനറ്റ്ലി എനിക്കിതിങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ല. ഐ പ്രിഫർ 1 or 2 ഫിലിം മാക്സിമം ഒരു വർഷം. പക്ഷെ സംഭവിച്ചെന്ന് വെച്ചാൽ 2023 ഡിസംബറിൽ നുണക്കുഴി ഞങ്ങൾ ഷൂട്ട് ചെയ്തു. 2024 2 പടം ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത ലൈനപ്പിൽ ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്റെ ഒരു പടം റാമും പിന്നെ ഒരു ഹിന്ദി പ്രൊജക്ടിനും വേണ്ടി ഞാൻ അത് രണ്ടും ഐ സെറ്റ് സൈഡ്. ഞാൻ ഐ വാസ് ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ റാം ടു ഹാപ്പൻ. കാരണം റാം ഒരു പ്രയോറിറ്റി ആയിരുന്നു. കാരണം അറൌണ്ട് ഒരു 80 crores പ്രൊഡ്യൂസേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തു. ആൻഡ് അത് ഇടയ്ക്ക് ഒന്ന് സ്റ്റക്കായി. അത് ഞങ്ങളുടെ കുഴപ്പമുണ്ടല്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് അവർ പറഞ്ഞു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പറഞ്ഞപ്പോൾ ഇത് പുഷ് ചെയ്ത് വെച്ചു. പക്ഷെ നത്തിങ് ഹാപ്പൻ. ഒരു സെക്കൻഡ് ഹാഫ് ഓഫ് 2024 പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 എനിക്ക് കുറച്ച് പേഴ്സണൽ, എന്റെ ഫാമിലി കുറച്ച് ഫംഗ്ഷൻസും അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ട് അങ്ങനെ ചെയ്തായി. അപ്പം 2024 ഞാനൊരു പടമേ ചെയ്തില്ല. അപ്പൊ ഈ പ്രൊഡ്യൂസേഴ്സ് എല്ലാം വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ ഈ 2 പ്രൊജക്ട് കൂടി എടുത്ത് വെച്ചു. പിന്നെ വേറെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്ത പോലെ പ്രൊജക്ട്സ് പോകത്തില്ല. നമ്മളെല്ലാം വെൽ പ്ലാൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഹീറോയ്ക്ക് ചിലപ്പം അതിന്റെ ഒരു പ്രീവിയസ് പടം സ്റ്റക്കായി. ഇപ്പൊ ഞങ്ങളുടെ റാം സ്റ്റക്കായ പോലെ വേറെ സ്റ്റക്കായി. അത് മൊത്തത്തിൽ ഇതിന്റെ ഷെഡ്യൂൾ മുഴുവൻ ചേഞ്ച് ചെയ്യും. അപ്പോ പറ്റിയെന്നു വെച്ച് കഴിഞ്ഞാല് ഞാൻ എല്ലാം കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ നോക്കി. അതിനകത്ത് എന്റെ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ പ്രൊജക്ടിന്റെയും സ്ക്രിപ്റ്റ് നേരത്തെ തന്നെ റെഡി ആയിട്ടിരിക്കുന്നതാണ്. ഇൻ ബിറ്റ്വീൻ ഇപ്പൊ താങ്കൾ പറയാത്തവരുണ്ട്, വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന ഒരു പടം ഞാൻ ചെയ്തു. ഇതിന്റെ ബിജു മേനോൻ. അതാ. അപ്പൊ ഇതെല്ലാം ഓൾറെഡി അതും പുറത്തുനിന്നുള്ള ഒരാളുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു. മിറാഷ് ഓൾറെഡി ഞങ്ങളൊരു 5 വർഷമായിട്ട് മനോജ് കാത്രി എന്ന് പറഞ്ഞ ഒരാൾ എന്റെ പുറകെ എന്നെ ഫോളോ ചെയ്ത ഒരാളാണ്. ഞങ്ങളത് ബോളിവുഡിൽ ചെയ്യാൻ നടന്നു. അതിൽ അവസാനം പുള്ളി ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയപ്പോൾ ഞാനത് മലയാളത്തിലേക്ക് കൊണ്ടുവന്നു. സോ എനിക്ക് എവിടെയോ ഐ ഗേവ് ഹിം മൈ വേർഡ്, ഞാനത് ചെയ്തു തരാം. അപ്പോ എനിക്ക് ഭയങ്കര ഒരു പ്രഷറിലായിപ്പോയി. അപ്പൊ മേ ബി ഇറ്റ്സ് എ റോങ് ഡിസിഷൻ, എനിക്കറിയില്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് ഓക്കെ അതങ്ങ് ചെയ്ത് തീർത്ത് കൊടുക്കണം, എത്രയും കാരണം പ്രൊഡ്യൂസേഴ്സ് അഡ്വാൻസ് നിന്ന് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഒരു ചിന്തയിൽ ഞാൻ കയറി അത് കമ്മിറ്റ് ചെയ്തു. പക്ഷെ ഭയങ്കര പ്രഷർ. പിന്നെ ഫോർച്ചുനേറ്റ്ലി എനിക്കൊരു ടീമുണ്ട്. സോ വലിയൊരു ടീമുണ്ട്. ആ ടീമിനെ എന്റെ അസിസ്റ്റൻസിനെ ഇവരെല്ലാം ഞാൻ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പല ഒരു ഗ്രൂപ്പിനെ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വെച്ച് somehow I managed. പക്ഷെ ഭയങ്കര സ്ട്രെസ് ആണ്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ ദിസ്. അത് ക്രിയേറ്റീവ്ലിയും സാറിന് അഫക്ട് ചെയ്യാറുണ്ട്. ഇപ്പം സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു സേഫ്റ്റി നെറ്റ് ഇരിക്കെ തന്നെയും ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അത് ക്രിയേറ്റീവ് ബ്ലോക്ക് വരാറുണ്ടോ? അങ്ങനെ ഒരു
അല്ല, ക്രിയേറ്റീവ് ബ്ലോക്സും ഇതുമൊക്കെ എനിക്ക് പറ്റുന്നത് എപ്പോഴും അതിന്റെ ഒരു റൈറ്റിംഗ് ടൈമിലാണ്. പക്ഷെ ഞാൻ എപ്പോഴും എഴുതുമ്പോഴും അറ്റ് എ ടൈം ഐ പാരലൽ വർക്ക് 3-4 സബ്ജക്ട്സ്. ഒരു വർക്ക് എവിടെയെങ്കിലും സ്റ്റക്ക് ആയാല് ഞാൻ അതവിടെ വിട്ടിട്ട് അടുത്ത വർക്കിലേക്ക് പോകും. അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അപ്പുറം ഓപ്പൺ ആകുമ്പോൾ ഞാൻ തിരിച്ച് ഗോ ബാക്ക് ആൻഡ് റീവർക്ക്, ഐ മീൻ കണ്ടിന്യൂ വർക്ക് ഓൺ ദറ്റ് ആ പ്രൊജക്ട്. അപ്പൊ അങ്ങനെ അങ്ങനെ യൂസ്ഡ് ആണ്. പക്ഷെ നമ്മളൊരു റൂമിലിരുന്നോ നമ്മുടെ ഒരു എന്താ പറയാ ഒരു ഇരുന്ന് ചെയ്യാവുന്ന കാര്യം. ഇതിനകത്തൊന്നും ഒത്തിരി ഫിസിക്കൽ വർക്ക് ഇൻവോൾവ് ആണ് ഷൂട്ട് എന്ന് പറയുമ്പോൾ. അപ്പോ അത് കുറച്ചുകൂടെ അതിന്റെ സ്ട്രെസ് ലെവൽ ബോത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ, മനസ്സിലായി, രണ്ട് രീതിയിലും അത് ഉണ്ട്. പക്ഷെ ഇത് ഷൂട്ടിങ് ഒരു വർഷം 4 പടമൊക്കെ വരുന്നത് ഇച്ചിരി ഭയങ്കര സ്ട്രെസ്ഫുൾ ആൻഡ് ടയറിങ് ആണ്. പക്ഷെ റൈറ്റിംഗിൽ ഞാൻ അറ്റ് എ ടൈം 4 പ്രൊജക്ട്സ് ഒക്കെ ഇങ്ങനെ പാരലലി ഞാൻ എന്താ പറയാ മെമ്മറീസ് എഴുതി വെക്കുമ്പോ, അല്ല, എഴുതുന്നതിന്റെ പാരലായിട്ട് ഞാൻ മമ്മിയാൻമി എഴുതുന്നുണ്ടായിരുന്നു, മനസ്സിലായോ? അത് കഴിഞ്ഞ് ദൃശ്യം എഴുതുന്നുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ഒരേ സമയത്താണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അതുപോലെ സാർ ഇപ്പം സാറിന്റെ പല സിനിമകൾ സാറ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ബട്ട് ദർ ഹാവ് ഓൾസോ ബീൻ ടൈംസ് വെൻ യു കോറോട്ട്, അതുപോലെ തന്നെ മറ്റൊരാളുടെ റൈറ്റിംഗിൽ തന്നെ സിനിമ എടുത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മിറാഷും ഒരു സ്ക്രിപ്റ്റ് കോറോട്ട് ചെയ്തൊരു കോത്തർ ഇതിലാണ് വർക്ക് ചെയ്തത്. എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ് സാറിൻ്റെത്? ഒരു ഇപ്പം ശ്രീനിവാസനെ പോലെ ഒരാൾ എഴുതിയിട്ട് സാറ് ലേറ്റർ യു സ്റ്റെപ്പ് ഇൻ ആൻഡ് ദെൻ യു റിഫൈൻ ആൻഡ് അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണോ? അതോ ഇസ് ഇറ്റ് ലൈക്ക് എ കൊളാബറേറ്റീവ്, കംപ്ലീറ്റ്ലി കൊളാബറേറ്റീവ് പ്രോസസ് ഫ്രം ദ സ്റ്റാർട്ട്? കൊളാബറേറ്റീവ് പ്രോസസ് എന്ന് പറയാം. കാരണം ഞാൻ എപ്പോഴും ഒരു റൈറ്റർ വരുമ്പോ അതിപ്പോ എല്ലാ റൈറ്ററും ഡയറക്ടറും തമ്മിൽ എന്താ പറയാ അവരുടെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം ഉണ്ടാകാം. ഇപ്പൊ ഞാൻ തന്നെ എഴുതുമ്പോൾ ഒരു കുഴപ്പം വെച്ചാൽ എനിക്ക് ധാരാളമായിട്ടും ഡിസ്കസ് ചെയ്യണ്ട, എന്റെ മാത്രം ഒരു ഒരു പെർസ്പെക്റ്റീവും ബ്രെയിനും ആണ് അതിനകത്ത് വരുന്നത്. അതിന്റെ ഒരു ഗുണം വെച്ചാല് എനിക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും വൺസ് ഇത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ആലോചിക്കണം. കാരണം എവറിത്തിങ് ഇസ് ഐ ഓൾറെഡി ഷോട്ട് ഇൻ മൈ മൈൻഡ്. പക്ഷെ വേറൊരാളുടെ വർക്ക് എടുക്കുമ്പോൾ ഐ ഹാവ് ടു ഫീഡ് ദ എൻറ്റയർ തിങ്. പിന്നെ അതിനകത്ത് ഞാൻ എന്റേതായ ഒരു ആംഗിള്, എന്റേതായ ചില സജഷൻസ് പറയും. അവരുടെ അവര് ഓഫ് കോഴ്സ് ഇതിനകത്ത് ചില എന്താ പറയുക ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവും. ആ കൊളീഷൻ എപ്പോഴും ഉണ്ട്. പക്ഷെ ഭാഗ്യത്തിന് സോഫാർ ഞാൻ വർക്ക് ചെയ്തവരെല്ലാം എൻ്റെ കൂടെ എന്റെ സെഷൻസ് എടുക്കുന്നവരും അവർ നല്ലത് പറഞ്ഞാൽ എനിക്കെടുക്കാൻ ഒരു ഈഗോയോ മടിയോ ഒന്നും ഇല്ലാത്തതാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു ഔട്ട്സൈഡ് റൈറ്റർ വരുന്ന നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും സിനിമ ചെയ്യുമ്പോൾ എപ്പോഴും എന്റെ ഒരു പെർസ്പെക്റ്റീവ്, എന്റെ ഒരു കാഴ്ചപ്പാട് ടുവേർഡ്സ് ലൈഫ്, അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറൈസേഷൻസിനെ ഉണ്ടാക്കുന്നതിലൊക്കെ എന്റെ ഒരു സ്റ്റൈൽ മാത്രം കിടക്കും, വിച്ച് ഈസ് നോട്ട് ഗുഡ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഇങ്ങനെ ഒരു ഇതിലായി പോകും. അപ്പോ ഐ പ്രിഫർ പുറത്തുനിന്നുള്ള ഇത്. എനിക്കത് സ്ട്രെയിൻ ആണ്, ബട്ട് അതാണ് എനിക്ക് എന്റെ എന്താ പറയാ എനിക്ക് വളരാൻ അതാണ് നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒറ്റ കാര്യമുള്ളൂ, ഒരു ഈഗോ ഉണ്ടാവാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസ് ഷെയർ ചെയ്യുമ്പോൾ ഒരു കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഡിസ്കസ് ചെയ്ത് ആർഗ്യൂ ചെയ്തിട്ട് എൻഡ് ഓഫ് ദ ഡേ ഞാൻ ചിലപ്പോൾ അവർ ആർഗ്യൂ ചെയ്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞു യു ക്യാൻ ആർഗ്യൂ, നോ ഇഷ്യൂസ്. കാരണം പുതിയ റൈറ്റേഴ്സ് വരുമ്പോൾ അവർക്ക് എന്നോട് പറയാമോ, ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, ലെറ്റ്സ് ഫൈറ്റ്. എന്നിട്ട് നമുക്ക് ആർഗ്യൂ ചെയ്തിട്ട് അതൊരു പോസിറ്റീവ് ആണെന്ന് എനിക്ക് കോൺഫിഡൻസ് വന്നാൽ പിന്നെ ഞാനത് വിട്ടുകൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ അത് പ്രൊഡക്റ്റിന്റെ പോസിറ്റീവായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. എന്റെ ഈഗോ അല്ലല്ലോ വലുത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള ഏരിയയിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഓൾസോ സർ ഒരു ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടേഴ്സിന്റെ ഒപ്പം പല ഫിലിംസിൽ, ലാലേട്ടൻ്റെ ഒപ്പം പല ഫിലിംസിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ആളാണ് താങ്കൾ. ആൻഡ് യു ഹാവ് ലൈക്ക് ഹീസ് ഫേമസ് ഫോർ എ സട്ടിലിറ്റി, നോൺഷലാൻസ് ആൻഡ് ദാറ്റ് ഓവറോൾ ഈ സിനിമ എല്ലാത്തിനും നമുക്ക് വളരെ ഇതാണ്. എന്നാൽ ആസിഫിന്റെ അതിൽ നിന്ന് നേരെ കുറച്ചും കൂടി മാറി നിൽക്കുന്ന ഒരു ആക്ടർ, വെരി എഫക്റ്റീവ് പെർഫോമൻസ്, ബട്ട് ലാലേട്ടന്റെ ഒരു സ്റ്റൈൽ ഓഫ് ആക്ടിങ്ങേ അല്ല. അങ്ങനത്തെ ഒരു പെർഫോമറിന്റെ ഒപ്പം ഇതിപ്പം വീണ്ടും ഒരു ചിത്രം കൂടെ മിറാഷും കൂടെ വരുന്നു. എന്താണ് ആസിഫിലേക്ക് അങ്ങനെ ഒരു അട്രാക്ട് ചെയ്യുന്ന ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ വാട്ട് ഇസ് ദാറ്റ് യു സീ ഇൻ ഹിം ദാറ്റ് മേക്സ് യു വാണ്ട് ടു കൊളാബറേറ്റ് വിത്ത് ഹിം അഗൈൻ? ഹീസ് എ ഡയറക്ടേഴ്സ് ആക്ടർ. ഒന്നാമത് ഹെഡ് ഏക്സ് ഒന്നും ഉണ്ടാക്കത്തില്ല. അദ്ദേഹത്തിന് അയാളുടേതായ ശൈലിയുണ്ട്. ആൻഡ് ഹീസ് ആൻ ഇവോൾവിങ് ആക്ടർ. കാരണം ഓരോ സിനിമ കഴിയുമ്പോഴും ഇങ്ങനെയാണ്, എല്ലാവരും ഇങ്ങനെ പോളിഷ്ഡ് ആയിട്ട് വരുവാണല്ലോ. പക്ഷെ എനിക്ക് ആസിഫിനെ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഹീസ് എ ഡയറിങ് ആക്ടർ. ഞാൻ ഉയരെ എന്ന് പറഞ്ഞ സിനിമയില്
ആ ക്യാരക്ടർ ചെയ്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരു സമയത്ത് ബോളിവുഡിലൊക്കെ ഉണ്ടായിരുന്നു ഹീറോസ് വില്ലൻ വേഷം ചെയ്യും, ആ, അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് റൈറ്റേഴ്സിനൊക്കെ ഭയങ്കര ഗുണകരമായിരുന്നു. നമുക്ക് സബ്ജക്ട്സ് എങ്ങനെ വേണേലും എങ്ങോട്ട് വേണേലും കൊണ്ടുപോവാം. ആ, അതാണ് ആസിഫിന്റെ ഒരു വലിയ ക്വാളിറ്റി. അല്ലാതെ ഒരു നെഗറ്റീവ് ചെയ്യുന്നു മാത്രമല്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ അദ്ദേഹം അതിന്റെ ക്യാരക്ടറിന്റെ സൈസോ അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം ഒന്നും നോക്കത്തില്ല. എന്താണ് എനിക്ക് പെർഫോം ചെയ്യാനുള്ളത് അങ്ങനെ ഒരു ടോട്ടാലിറ്റി ഓഫ് ദി സിനിമ നോക്കിയിട്ട് ഇത് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ മമ്മൂക്കയുടെ റോഷാക്കില് ഫേസ് പോലും ഇല്ല, വെറും ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ. ബട്ട് ഹി ഡിഡ് ദാറ്റ്. മനസ്സിലായോ? എത്ര പേര് ചെയ്തു. ചിലര് എനിക്ക് അതിനകത്ത് എന്റെ ഫേസ് കാണിക്കുന്നില്ല. അപ്പൊ എനിക്ക് അതിനകത്ത് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. എന്റെ സ്ക്രീൻ സ്പേസ് എന്തോരം ഉണ്ട്, എന്റെ ക്യാരക്ടർ ഇതാണോ പോസിറ്റീവ്, അയ്യോ ഞാൻ അങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ റേപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യുന്നു, അബ്യൂസ് ചെയ്യുന്നു. എന്റെ ഓഫ് ഇതൊരു ക്യാരക്ടറാണ്, ഇത് എന്ന് പല ആക്ടേഴ്സും മറക്കുന്നുണ്ട്. നോട്ട് എവ്രി വൺ, ഞാൻ പറഞ്ഞത് അങ്ങനെ Yeah. ഒരു ചിന്താഗതിയുണ്ട്, അത് മാറണം. അപ്പൊ അത് എനിക്ക് ആസിഫിലുള്ള ഏറ്റവും വലിയ ഇതാണ്, ഈസ് എ ഗുഡ് ആക്ടർ ആൻഡ് ഈസ് എ ഡയറിങ് ആക്ടർ. അത് തന്നെയാണ് എനിക്ക് ആസിഫിനോട്. പിന്നെ ഈസ് എ ഡയറക്ടേഴ്സ് ആക്ടർ. ഞാനിപ്പോഴും ആസിഫിനോട് ജോക്കായിട്ട് വരും. ആസിഫ് ഇങ്ങനെ ഒറ്റ കാര്യത്തിലുള്ളൂ, ഒന്ന് വിളിച്ച് ഫോണിൽ കിട്ടാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, കിട്ടിയാലും everything ഓക്കെ വിളിക്കാൻ അറിയാം. Yeah. What about Abarna? Abarnയും ഇത് ആദ്യത്തെ ഫിലിം അല്ലല്ലോ. You have worked with her in the past. What does that you attract you to her? ബേസിക്കലി അപർണ ഒരു കുറച്ച് ബോൾഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടർ, നമുക്ക് അത്രയും ഒരു ഒരു എന്താ പറയാ, ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് വേണമായിരുന്നു അത് പുൾ ഓഫ് ചെയ്യണമെങ്കിൽ. അപ്പോ Mm. പിന്നെ അപർണ ഓൾറെഡി നല്ലൊരു, ഓഫ് കോഴ്സ് അതിന്റെ ഒരു മാർക്കറ്റിംഗ് ഏരിയയും ഉണ്ടല്ലോ നമുക്ക്. അപർണ എന്ന് Yeah. പറയുമ്പോൾ ഇന്ന് സൗത്തിലെല്ലാം അത്യാവശ്യം നോൺ ആണ്. ഷീ ഡിഡ് സുറേപ്പോ ട്രൂ, അതിനകത്ത് നാഷണൽ അവാർഡ് കിട്ടി. അപ്പൊ അതൊക്കെ നമുക്കൊരു പ്ലസ് ആയിരുന്നു. പ്ലസ് ആൻഡ് ഷീ ഫിറ്റ്സ് ഫോർ ദാറ്റ്. അതാണ് അതിനകത്ത് ഇത്. Mm. കാരണം അത്രയും ഒരു പുള്ളിക്കാരത്തി എല്ലാ ഒരു പുതിയ ന്യൂ കമറിനൊന്നും ഒരു പക്ഷെ അത് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒത്തിരി കൈൻഡ് ഓഫ് ഇമോഷൻസിലൂടെ പോകുന്ന, പിന്നെ അതിനും ആ ക്യാരക്ടർ ഇങ്ങനെ ചെല്ലുന്തോറും ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ചെല്ലുന്തോറും ആ ക്യാരക്ടറിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പ്രോപ്പറായിട്ട് Mm. പോർട്രേ ചെയ്യണമെങ്കിൽ അതുപോലെ ഒരു സ്ട്രോങ് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ആക്ട്രസ് വേണമായിരുന്നു. ദാറ്റ്സ് വൈ വി ചൂസ്. Mm. And sir, although like എല്ലാ സിനിമയ്ക്കും ഇടുന്ന ഒരു എഫേർട്ട് ഒന്ന് തന്നെയാണ്, ബട്ട് ലൈക്ക് ദ റെസ്പോൺസസ് വിൽ വേരി ഡെഫിനറ്റ്ലി. ആൻഡ് ഡെഫിനറ്റ്ലി. Mirage did not open to the kind of responses, great responses that one would have expected. Do you think something went wrong with the film in any way, or are you? മേ ബി അതിനകത്ത് പല 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 റീസൺ. മേ ബി ദ മെയിൻ റീസൺ ഇസ് ഞാൻ തന്നെയാണ്. കാരണം വെച്ചാൽ എന്റെ ഒരു സിനിമ വരുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ആൾക്കാർക്ക്. പിന്നെ ഇതിനകത്ത് ചിലർ പറഞ്ഞു പ്രഡിക്റ്റബിൾ ആയിരുന്നു, കുറെ സസ്പെൻസസ് എന്ന് പറഞ്ഞു. കാരണം ഇത് ഇച്ചിരി മിക്സ്ഡ് ഒപ്പീനിയൻ ആയിരുന്നു. കുറെ പേർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കുറെ റിവ്യൂസ് പോസിറ്റീവ് വന്നു, കുറച്ച് നെഗറ്റീവ് വന്നു. അപ്പൊ അതിനകത്ത് പ്രഡിക്റ്റബിലിറ്റി വന്നു. കാരണം എന്റെ ഇപ്പൊ സിനിമ അറിയുമ്പോൾ ഞാൻ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, സാറിന്റെ സിനിമ വരുമ്പോ അപ്പോഴേ ഞങ്ങൾ എവിടെയാണ് ട്വിസ്റ്റ്, ഏത് ക്യാരക്ടർ എങ്ങനെ മാറും എന്നുള്ള അത് കണ്ടുപിടിക്കാനുള്ള ഒരു വാശിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഒരു വാശിയിലിരിക്കാതെ നിങ്ങൾ സിനിമയായിട്ട് കാണുക എന്ന് പറഞ്ഞു. ഇപ്പൊ ഇതിനകത്ത് തന്നെ 4 അല്ല 5 ക്യാരക്ടറാണ് മെയിൻ ഉള്ളത്. അപ്പൊ അവര് പറയാണ്, ഓ ഈ ക്യാരക്ടർ ചേഞ്ച് ചെയ്യും, ഈ ക്യാരക്ടർ ഇപ്പൊ തിരികെയായിരിക്കും, ഇങ്ങനെ ഈ 5 പേരെയും നമ്മളിപ്പം അനന്ത് ഇപ്പൊ അങ്ങനെ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ ഷീമേ ചേഞ്ച്, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങനെ ഒരു 4 പേരെയും അങ്ങ് മനസ്സിലേക്ക് എടുത്തു എന്ന് വെച്ചു. ഇതിലാരെങ്കിലും ആളും സിനിമ അനന്ത് പറയണം, എനിക്ക് കിട്ടിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ? അതാണ് ഇതിനകത്ത് പ്രശ്നം. മനസ്സിലായി? ഞാൻ എനിക്ക് അന്നേരം കരുതിയത് അങ്ങനെ എടുത്ത അങ്ങനെ വരും. തിരിച്ചു എന്റെ സിനിമയോട് അങ്ങനെ ഒരു ഇതുണ്ടെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഉണ്ടായിരുന്ന, എനിക്ക് ആ സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ട്വിസ്റ്റോ സസ്പെൻസോ എന്നുള്ളതിനേക്കാളേറെ നമ്മൾ ആ ഇട്ടിരുന്ന പേര് മിറാഷ്. ആ മിറാഷ് എന്ന പേരിനോട് 100% ജസ്റ്റിഫൈ. അപ്പൊ ഞാൻ ഇതിനകത്ത് ആ ഏരിയയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഓരോ ക്യാരക്ടറിനും ഓരോ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ അത് ഓരോ ട്വിസ്റ്റ് ആയി മാറി. അപ്പൊ അത് പിന്നെ കുറെ ട്വിസ്റ്റ് കൂടിപ്പോയി എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ സിനിമ ഐ വാസ് കോൺസെൻട്രേറ്റിംഗ് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. മനസ്സിലായി? ആ മിറാഷ് എഫക്ട് എന്ന് പറയുന്ന സാധനത്തിലായിരുന്നു ഇത് ചെയ്തോണ്ടിരുന്നത്. അതിനകത്ത് ഈവൻ SP എല്ലാരും നെഗറ്റീവ് ആണെന്ന് ഒത്തിരി പറഞ്ഞു. SP നെഗറ്റീവ് ആയിരിക്കും എന്ന് വിചാരിച്ചു, പുള്ളി പോസിറ്റീവായി മാറി എന്ന് പറയുന്ന രീതിയിലേക്ക് ത്രൂ ഔട്ട് അതിന്റെ ഒരു മിറാഷിന്റെ ഒരു ബേസ് അതായിരുന്നു. ഈ ഡബിൾ ഫേസ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വ്യക്തിത്വം ഉണ്ടെന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഇതുണ്ടല്ലോ. അപ്പൊ അത് പിന്നെ സിനിമ ഞാനത് തുടങ്ങിയപ്പോ തന്നെ പ്രൊഡ്യൂസേഴ്സ്
എന്നപ്പോ ഞാൻ പറഞ്ഞു, സി ചില സിനിമ വരുമ്പോൾ നമുക്ക് പറയും ഇതിനകത്ത് ചെറിയൊരു എക്സ്പെരിമെന്റൽ ആണ്, ചിലപ്പോൾ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്, നമുക്ക് അറിയില്ല ഇത് എങ്ങനെ വരുന്നത്. ചിലത് നമുക്കൊരു കോൺഫിഡൻസ് വരും, ഓക്കെ ദിസ് വിൽ വർക്ക്. എന്നാലും 100% നമുക്ക് ഒരു സിനിമയ്ക്കും പറയാൻ പറ്റത്തില്ല. എൻഡ് ഓഫ് ദ ഡേ ഓഡിയൻസ് അത് എങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനകത്ത് ആ ഒരു എലമെന്റ് ഓഫ് റിസ്ക് ഉണ്ടെന്ന് പ്രതീക്ഷ തന്നെയാണ് പോയത്. പക്ഷെ ഭാഗ്യത്തിന് ഒരു മിക്സ്ഡ് ഒപ്പീനിയനിൽ അതങ്ങ് പോയി. കാരണം കുറെ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടു, കുറെ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് വി ആർ ഹാപ്പി ആക്ച്വലി. ഇപ്പൊ സാർ പറഞ്ഞതിന് തന്നെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ, യു ആർ എ സക്സസ്ഫുൾ ഡയറക്ടർ, യു ഹാവ് ഡെലിവേർഡ് സെവറൽ ഗുഡ് മൂവീസ് ആൻഡ് ദ ദൃശ്യം ഫ്രാഞ്ചൈസസ് ദർ. ഈ ഫ്രാഞ്ചൈസ് സിനിമ എടുക്കുമ്പോൾ ഇപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പൊ നമ്മുടെ അടുത്ത കാലത്ത് ഒരുപാട് ഫ്രാഞ്ചൈസസ് ഉണ്ടാകുന്നു. ആൻഡ് ദെൻ ദർ ഇസ് ദൃശ്യം ഫ്രാഞ്ചൈസ് ഓൾസോ വിച്ച് ഇസ് ലൈക്ക് എ ബിഗർ വൺ ആൻഡ് വിച്ച് ഹാസ് ലൈക്ക് എ മാസീവ് ഫാൻ ബേസ് ആൻഡ് എവറിത്തിങ്. ഈ ഫ്രാഞ്ചൈസ് ഫിലിംസിന്റെ ഒരു ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫിലിം വർക്കാകുന്നു, ജനങ്ങൾ സ്വീകരിക്കുന്നു, അത് കഴിഞ്ഞിട്ടുള്ള പടത്തില് വരുന്ന ഒരു ഹൈപ്പ് ഭയങ്കരമായിരിക്കും. ദൃശ്യത്തിനും ദൃശ്യം ടൂനും ഉണ്ടായിരുന്ന ഒരു സാധനമൊക്കെ നമ്മുടെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ, അപ്പൊ ഈ സെക്കൻഡ് വരുമ്പം ഈ പ്ലേയിങ് ടു ദ ഗാലറി എന്ന് പറഞ്ഞ രീതിയിൽ ഹൈപ്പിനനുസരിച്ച് ഒരു ഇത്തിരി ട്വീക്കിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ ഇത് നടത്തി കുറച്ചും കൂടി ഓക്കെ ആൾക്കാർക്ക് ഇത്ര എക്സ്പെക്ടേഷൻ ഉണ്ടാകും, അപ്പൊ നമ്മൾ അത് ഡെലിവറി ചെയ്യണം എന്നുള്ളൊരു സാധനം. ബട്ട് യു ഓൺ ദി അതർ ഹാൻഡ് യു ഡൗൺ പ്ലേ യുവർ ഫിലിംസ്. ലൈക്ക് ദൃശ്യം ഒരു സാധാരണ സിനിമയാണ്, ഭയങ്കരമായിട്ടുള്ളത് ഇതെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ഇത് ചെയ്യുന്നു. ബട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഏതെങ്കിലും ഒക്കെ സാഹചര്യങ്ങളിൽ അങ്ങനെ ഒരു ഹൈപ്പിന് ഓക്കെ ഇതിന് ഇങ്ങനെ ഉണ്ട്, സോ കുറച്ചൊന്ന് മാറ്റി ഞാനത് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായിരിക്കും, അങ്ങനെ തോന്നാറുണ്ടോ? ഡു യു കംപ്ലീറ്റ്ലി ട്യൂൺ ഔട്ട് സച്ച് തിങ്സ് ആൻഡ് ഓക്കെ ദൃശ്യത്തിന് ദൃശ്യമാക്കിയത് ഇതാണ്, ഞാൻ അതിനെ നിൽക്കൂ എന്നുള്ളൊരു ഇതാണ്? എനിക്ക് ഫ്രാഞ്ചൈസി എന്ന് പറയാൻ എനിക്ക് ദൃശ്യമുള്ളൂ, ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പൊ അതിനകത്ത് ഞാൻ ഓർഗാനിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അത് തന്നെയാണ് ടൂവിലും, അത് തന്നെയാണ് ത്രീയിലും സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ ഒത്തിരി പേര് 3 അനൗൺസ് ചെയ്തപ്പോ അതിന്റെ താഴെ 2 സ്ക്രിപ്റ്റിങ് ഭയങ്കരമായിരുന്നു, അതിന്റെ മുകളിലുള്ള ഒരു സിനിമ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പം ഞാൻ ചില ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു, അങ്ങനെ ഒരു അതിന്റെ മുകളിലുള്ള സ്ക്രിപ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിനു വേണ്ടി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജോർജ് കുട്ടി ആൻഡ് ഫാമിലി അവരുടെ ലൈഫിൽ അന്ന് 6 വർഷം അല്ലെ 7 വർഷങ്ങൾക്ക് ശേഷം അവരുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കാം എന്ന് ചിന്തിച്ച് ഓർഗാനിക്കലി ഇത് ചെയ്തു. അതിനകത്ത് ജോർജ് കുട്ടിയുടേതായ ചില ക്യാരക്ടറിന്റെ ഇത് ആ ഒരു പ്രത്യേകതകൾ നിലനിർത്തിക്കൊണ്ട് അത് വേണം. കാരണം ജോർജ് കുട്ടിയുടെ ചില സവിശേഷതകൾ, ചില ഇതുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ആ ക്യാരക്ടർ ഇല്ലാതെ പോകും. അതുപോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിനും, റാണിക്ക് ഒരു ക്യാരക്ടറുണ്ട്, മക്കളുടെ ക്യാരക്ടറാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇളയവള് ഇപ്പൊ അതിനകത്ത് അനു എന്ന് പറയുന്ന ക്യാരക്ടർ തീരെ കൊച്ചായിരുന്നു, ടീൻസിൽ തുടങ്ങി എന്ന് പറയുന്നവർ. അപ്പൊ ഓർഗാനിക്, പിന്നെ സറൗണ്ടിങ്സിൽ ആൾക്കാര്, ഫസ്റ്റില് ഓഡിയൻസ് അവിടുത്തെ സിനിമയ്ക്കകത്തെ ജോർജ് കുട്ടിയുടെ നെയ്ബേഴ്സ് അടക്കമുള്ള സൊസൈറ്റി ജോർജ് കുട്ടി ഇന്നസെന്റ് ആണെന്ന് വിശ്വസിച്ചിരുന്നു. സെക്കൻഡ് വന്നപ്പോഴത്തേക്കും അതൊന്നുമല്ല, ദർ ഇസ് സംതിങ് എന്ന് പറഞ്ഞ അവരുടെ ഒരു ഇത് മാറി. അപ്പൊ അതൊരു ഓർഗാനിക്കലി അതിനുള്ള ഒരു അപ്രോച്ച് ഇത് തന്നെയാണ് ത്രീയിലും. അല്ലാതെ സെക്കൻഡ് ഇങ്ങനെ ഹിറ്റ് ആയതുകൊണ്ട് 3 ഇങ്ങനെ ഹിറ്റ് ആക്കാനായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെയല്ല. എനിക്ക് ദൃശ്യം ഫ്രാഞ്ചൈസിൽ എന്റെ അപ്രോച്ച് ആ ഫാമിലിയുടെ ആ ലൈഫിൽ എന്തൊക്കെ വരുന്നു എന്നുള്ള അതിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അത് 3 വരുമ്പോ അത് മനസ്സിലാവും. കാരണം 3 ഈ പറഞ്ഞ പോലെ 1 പോലെ അല്ലായിരുന്നു, 2 പോലെ അല്ല 3. സോ എന്റെ അപ്രോച്ച് അത് തന്നെയാണ്. ലാസ്റ്റ്ലി സർ, ഇപ്പൊ ജിത്തു ജോസഫിന്റെ ഒരു സിനിമ പോലും കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനെ വെയിറ്റ് ചെയ്തു, അയാൾക്ക് ജിത്തു ജോസഫായിട്ട് സംസാരിച്ചു, ഓക്കെ ഇയാൾ കൊള്ളാം, ഇയാളുടെ സിനിമകൾ കൊള്ളാം എന്നൊരു ആഗ്രഹം, ഇയാൾ എന്താണ് ഇയാളുടെ വർക്ക്, താങ്കളുടെ തന്നെ ഫിലിമോഗ്രഫിയിൽ നിന്ന് 5 സിനിമകൾ അയാൾക്ക് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും? ഓഫ് കോഴ്സ് എന്റെ ഫസ്റ്റ് സിനിമ ഡിറ്റക്റ്റീവ്, മമ്മി ആൻഡ് മീ, മെമ്മറീസ്, ദൃശ്യം, ലൈഫ് ഓഫ് ജോസൂട്ടി. ലൈഫ് ഓഫ് ജോസൂട്ടി ഇപ്പോഴും ആ ഒരു ക്ലോസ് ടു യുവർ ഹാർട്ട്? തീർച്ചയായിട്ടും, കാരണം അത് ലൈഫാണ്, റിയൽ ലൈഫാണ് അത്. മമ്മി ആൻഡ് മീ അത് തന്നെയാണ് റിയൽ ലൈഫ്, ഇതാണ് അത്. Thank you, sir. Thank you so much for spending some time with us, and all Thank the you. very best for your future endeavors. Thank you.